ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഇഷ്ടവിഭവമായ കടലപ്രഥമനാണ്. കടലപ്രഥമൻ എങ്ങനെയാണ് വളരെ രുചിയോടുകൂടി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാൻ കഴിയും. ഇനി നമുക്ക് കടലപ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി കടല ഒന്ന് കുതിർത്തെടുക്കേണ്ടതുണ്ട്. കുറഞ്ഞത് ഒരു 2-3 മണിക്കൂറെങ്കിലും കടല കുതിർക്കാനായിട്ട് മാറ്റിവെക്കുക. ഞാനിവിടെ 500 ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പായസം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് ചവ്വരി കൂടി എടുത്ത് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും ചവ്വരി ഒന്ന് കുതിർത്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി വെള്ളം തോർത്തി വെച്ചിരുന്ന കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴാണ് കടലപ്പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. കടല നന്നായിട്ട് വരണ്ട് വരുമ്പോൾ ഒരു കുക്കറിലേക്ക് മാറ്റുക. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വെക്കുക. ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 3-4 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര കൂടി ചേർത്ത് അടുപ്പത്ത് വെക്കുക. ശർക്കര നല്ല പാനീയമാക്കി മാറ്റിയെടുക്കണം. ഇപ്പോൾ കുക്കറിന് ഏതാണ്ട് വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 4 വിസിലാവുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് ആവി പോകാനായിട്ട് മാറ്റി വെക്കാം. ശർക്കര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്തും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ ഏതാണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി കടല നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരി ഉണ്ടെങ്കിലേ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വഴറ്റിയിട്ട് ബാക്കി വന്ന നെയ്യിലോട്ട് ഈ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് എന്ന് പറയുമ്പോൾ സാമ്പാർ പരിപ്പല്ല. പായസം ഉണ്ടാക്കാനായിട്ട് കുറച്ച് വലിയ കടലപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചവ്വരി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചിരുന്ന ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്കിനി ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശർക്കര പാനീയമാണിത്. നന്നായിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. അതായത് കട്ടി കുറഞ്ഞ പാലാണ് 2-ാം പാല്. ഇതൊരു 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ നല്ല പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് നന്നായിട്ട് പൊടിച്ചെടുത്ത ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണ് 1-ാം പാല്. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.